അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇനി പ്രതിഫലം പറയുകയാണ്. 3 കാര്യമാണ് പ്രതിഫലമായി പറയുന്നത്. 1 അധികാരം, 2 ശക്തി, 3 മഹത്വം. വിജയം വരിക്കുന്നവന്, അതായത് ക്രിസ്തുവിന്റെ ശരിയായ പ്രബോധനത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുന്നവന് ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ അധികാരം നൽകുമെന്നാണ് പറയുന്നത്. ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. സങ്കീർത്തനം 2 ഉദ്ധരിക്കപ്പെടുന്നത്. അത് ദൈവപുത്രനായ രാജാവായ ക്രിസ്തുവിന്റെ അധികാരത്തെ കുറിക്കുന്ന സങ്കീർത്തനമാണ്. ക്രിസ്തുവിന്റെ അതേ അധികാരം ഈ ഭൂമിയിൽ കിട്ടും. 2-ാമത്തേത് ക്രിസ്തുവിന്റെ ശക്തി കിട്ടും. 3-ാമത്തേത് ക്രിസ്തുവിന്റെ മഹത്വം കിട്ടും. വാക്യം 28, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ച പോലെ തന്നെ പുലർക്കാല നക്ഷത്രം അവന് ഞാൻ നൽകും. പുലർക്കാല നക്ഷത്രം എന്ന് പറഞ്ഞാൽ സന്ധ്യയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രമാണിത്. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും കത്തി നിൽക്കുന്ന, അണയാതെ നിൽക്കുന്ന നക്ഷത്രമാണ് ഈ മോർണിംഗ് സ്റ്റാർ, പുലർകാല നക്ഷത്രം. വെളിപാട് 22:16 യേശുക്രിസ്തുവിന് നൽകപ്പെട്ട ഒരു തലക്കെട്ടാണ്, ഒരു ടൈറ്റിലാണിത്, ഒരു പേരാണിത്, മോർണിംഗ് സ്റ്റാർ എന്ന്. അതായത് ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ അധികാരം അവന് നൽകപ്പെടും. അവൻ ഏത് അന്ധകാരത്തിലും ഏത് പ്രതിസന്ധികളിലും തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രമായി മാറും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.